ഡെൽറ്റ എക്സ്ചേഞ്ച് ഉപയോഗിച്ചുകൊണ്ട് ക്രിപ്റ്റോ കറൻസിയിലുള്ള ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച് കംപ്ലീറ്റ്ലി മനസ്സിലാക്കാൻ പറ്റുന്ന വീഡിയോ പ്ലേലിസ്റ്റിലെ അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്ലേലിസ്റ്റിലെ കഴിഞ്ഞ വീഡിയോസുകളായിട്ട് എന്താണ് ഡെൽറ്റ എക്സ്ചേഞ്ച്, ക്രിപ്റ്റോ കറൻസിയിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇന്ത്യൻ മാർക്കറ്റുമായിട്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ആക്കാം എന്നുള്ള വീഡിയോയും വളരെ ഡീറ്റെയിൽ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ട് എങ്ങനെ KYC വെരിഫിക്കേഷൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ ഡെഫിനറ്റ്ലി ഈ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കിനകത്തായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്തേക്കുക. ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത്, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കി റെഡി ആക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാനുള്ള ഫണ്ട് ആഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാം, ഫണ്ട് ആഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. സോ സ്ക്രീൻ റെക്കോർഡ് സഹിതം കണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഡെൽറ്റ എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കാത്ത ആളുകൾക്ക് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലിങ്ക് ഉപയോഗിച്ച് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്ന ആളുകളുടെ ഡൗട്ടും മറ്റും ക്ലിയർ ആക്കാനുള്ള നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ലിങ്കൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വരും വീഡിയോസുകളിലായിട്ട് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. എന്തായാലും എങ്ങനെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം, എങ്ങനെ ഫണ്ട് ആഡ് ചെയ്യണം എന്നുള്ളത് വീഡിയോ റെക്കോർഡ് സഹിതം നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനായിട്ട് ഇതാ ഇവിടെ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണും. അല്ല എങ്കിൽ നമ്മൾ ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് നമ്മളോട് ആദ്യം ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് തന്നെ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എൻ്റെ അക്കൗണ്ട് നമ്പറും IFSC കോഡും കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ആഡ് ബാങ്ക് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, നമ്മുടെ അക്കൗണ്ട് വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് ₹1 അവർ നമ്മുടെ കയ്യിലേക്ക് ആഡ് ചെയ്ത് തരും. ദെൻ ഇവിടെ എൻ്റെ പാനിലുള്ള പേരും ബാങ്ക് അക്കൗണ്ടിലെ പേരും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉള്ളത് കൊണ്ട് ഒരു മാനുവൽ വെരിഫിക്കേഷനും കൂടെ ആവശ്യമായിട്ട് വരും. ദെൻ അതിനുശേഷം ഇവിടെ വെരിഫൈഡ് ആയിട്ട് വരും. അക്കൗണ്ട് വെരിഫിക്കേഷന് വേണ്ടി 4 മണിക്കൂറിനുള്ളിൽ ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ മാനുവൽ വെരിഫിക്കേഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ എൻ്റെ അക്കൗണ്ട് നമ്പറും IFSC കോഡും കൊടുത്തത് മൂലം എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഞാനിവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എങ്ങനെ നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ആഡ് ഫണ്ട് സെക്ഷനിലേക്ക് വരുന്നു. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് UPI യൂസ് ചെയ്തിട്ട് ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതിനിവിടെ ആഡ് ഫണ്ട് സെക്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ UPI വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫണ്ട് ആഡ് ചെയ്യാം. അതല്ല ബാങ്ക് ട്രാൻസ്ഫർ വഴി ഫണ്ട് ആഡ് ചെയ്യാം. ബാങ്ക് ട്രാൻസ്ഫർ വഴി എന്ന് പറയുമ്പോൾ നമുക്ക് IMBS വഴിയും ഫണ്ട് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നെഫ്റ്റ് വഴിയും ഫണ്ട് ആഡ് ചെയ്യാം. IMBS വഴിയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ അക്കൗണ്ട് നമ്പറിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന അക്കൗണ്ട് നമ്പർ IFSC കോഡ് കൊടുത്തിട്ട് ഫണ്ട് ആഡ് ചെയ്യാം. നെഫ്റ്റ് വഴിയാണെന്നുണ്ടെങ്കിൽ ഈ അക്കൗണ്ട് നമ്പറും IFSC കോഡും ഉപയോഗിച്ചിട്ട് ഫണ്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഏറ്റവും ബെറ്റർ എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് UPI ആയതുകൊണ്ട് ഞാനിവിടെ UPI വെച്ചിട്ട് ഫണ്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ UPI ID കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ഇവിടെ ആഡ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ UPI ID ഇവിടെ കൃത്യമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, നമ്മൾ വെരിഫൈ ചെയ്ത ബാങ്ക് അക്കൗണ്ടിൻ്റെ UPI ID ആണ് കണക്ട് ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ മേ ബി ഫണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് അത് പ്രശ്നം പറ്റും. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൻ്റെ UPI ID കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. UPI ID ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ വെരിഫിക്കേഷൻ നടത്തും. ഇവിടെ ഞാൻ കണക്ട് ചെയ്ത അക്കൗണ്ടിലെ പാൻ നമ്പറിലും ബാങ്ക് അക്കൗണ്ടിലുള്ള പേരിൽ ചെറിയൊരു മിസ്മാച്ച് ഉണ്ടായതുകൊണ്ട് ഇവിടെ ഒരു മാനുവൽ വെരിഫിക്കേഷന് ശേഷമാണ് ഇവിടെ ഫണ്ട് ആഡ് ചെയ്യുള്ളൂ. 4 അവർ പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് 4 അവറിൻ്റെ ഉള്ളിൽ തന്നെ എന്തായാലും ഈ ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവാനാണ് സാധ്യത. ഇപ്പോൾ UPI വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ആഡ് ഫണ്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ UPI അപ്ലിക്കേഷൻ അവിടെ വെരിഫൈഡ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. ദെൻ വേണ്ട എമൗണ്ട് ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു ₹100 ആഡ് ചെയ്യാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ₹100 ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. UPI ചെയ്യുന്നതായിരിക്കും വളരെ എളുപ്പം. കാരണം ജസ്റ്റ് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ UPIയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും. അവിടെ നമ്മുടെ UPI പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫണ്ട് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ജസ്റ്റ് ₹100 ഇപ്പോൾ ആഡ് ചെയ്യാനായിട്ടുള്ള റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് പോവാണ്. ജസ്റ്റ് പേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ UPI അപ്ലിക്കേഷനിലേക്ക് ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാകും, ഒരു ₹100 റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അവിടെ നമ്മുടെ UPI പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫണ്ട് സ്പോട്ടിൽ നമുക്ക് ആഡായിട്ട് കിട്ടും. ഞാനിപ്പോൾ UPI പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സക്സസ് ആയി എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു മെസ്സേജ് വരും. വാലറ്റ് നോക്കുന്ന സമയത്ത് ഇതാ ₹100 വന്ന് കിടക്കുന്നുണ്ടാവും. ഫണ്ട് ആഡ് ചെയ്യൽ വളരെ എളുപ്പമാണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഇനി നമ്മുടെ വാലറ്റിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ വിഡ്രോയിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള എമൗണ്ടും പറ്റും. ഇവിടെ നമുക്ക് വിഡ്രോവൽ ബാലൻസ് ആയിട്ട് ₹99 കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ മാക്സിമം എമൗണ്ട് വിഡ്രോ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇതാ ഇവിടെ മിനിമം എമൗണ്ട് കാണിക്കുന്നത് ₹500 ആണ്. അപ്പോൾ നമ്മൾ വിഡ്രോ ചെയ്യാൻ നേരത്ത് മിനിമം നമ്മുടെ കയ്യിൽ ₹500 എങ്കിലും വേണം. ഓക്കെ, എനിവേ ആഡ് ചെയ്യാനും ഫണ്ട് വിഡ്രോ ചെയ്യാനുള്ള മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
ഓക്കെ, ഇനി വാലറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇട്ട് വെച്ച ഫണ്ട് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാനും പറ്റും. ഇതുപോലെ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് കിട്ടുന്ന എമൗണ്ട് ഒക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വിഡ്രോ ചെയ്യാനും പറ്റും. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിത്തിൻ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ 100 റുപ്പീസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. 100 റുപ്പീസ് എന്ന് പറയുമ്പോൾ $1.17, അതായത് ഒരു US$, 85 ഇന്ത്യൻ റുപ്പീസ് എന്നുള്ള ലെവലിലായിരിക്കും ഇവിടെ കാണിക്കുന്നുണ്ടാവുക. ഇവിടെ ഡോളറിൽ കാണിക്കുന്നുണ്ടെങ്കിലും ആഡ് ചെയ്തത് ഇന്ത്യൻ മണിയാണ്. ഇന്ത്യൻ മണി ആയിട്ട് തന്നെ സൂക്ഷിക്കുന്നുണ്ടാവും. ദെൻ വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ വിഡ്രോ വന്നിട്ട് നമുക്ക് വേണ്ടി വരുന്ന എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് വിഡ്രോവൽ കൊടുക്കുക. മിനിമം വിഡ്രോവൽ 500 റുപ്പീസാണ്. ദെൻ വിഡ്രോവൽ സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ മിനിറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് ഫണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും. മാക്സിമം 24 അവർ വരും എന്ന് പറയുന്നുണ്ടെങ്കിലും വിത്തിൻ മിനിറ്റ്സുകൾ കൊണ്ട് തന്നെ നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ എങ്ങനെ ഫണ്ട് ആഡ് ചെയ്യാം, വിഡ്രോ ചെയ്യാം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വരും വീഡിയോസിൽ നമുക്ക് എങ്ങനെ ഇത് വെച്ചിട്ട് ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാം, ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് വരുന്ന ചാർജസും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. സോ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ എങ്ങനെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ട് ഫണ്ട് ആഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കി നമ്മുടെ KYC വെരിഫിക്കേഷൻ നടത്തി ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തു, ഫണ്ട് ആഡ് ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇനി ഒരു ട്രേഡിലേക്ക് നമുക്ക് എങ്ങനെ എൻ്റർ ചെയ്യാം, എൻ്റർ ചെയ്യുന്ന സമയത്ത് വരുന്ന ചാർജസുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ കോൺട്രാക്റ്റുകൾ എങ്ങനെ ട്രേഡ് ചെയ്യാം, അതിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കണ്ടു മനസ്സിലാക്കാം. സോ ആ വീഡിയോയിലൊക്കെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.